യോഗക്ഷേമ സഭ, കിടങ്ങൂർ ഉപസഭയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഘവും ഏപ്രിൽ 28 ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ കിടങ്ങൂർ ദേവസ്വം ഊട്ടുപുരയിൽ വെച്ച് നടന്നതിൻ്റെ കുറച്ചു കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരവാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. പ്രിയപ്പെട്ട സഭാംഗങ്ങൾ, നമ്മുടെ ഈ വർഷത്തെ വാർഷിക മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഈശ്വര പ്രാർത്ഥന നടന്നു കഴിഞ്ഞു. ഇനി ഭദ്രദീപ പ്രകാശനത്തിനായി ശ്രീ ശ്യാംകുമാർ അവരുടെ വിനീതപൂർവ്വം ക്ഷണിച്ചു. സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യവൃന്ദാം വന്ദേ ഗുരുപരമ്പര. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും സാദര നമസ്കാരം. കിടങ്ങൂർ ഗ്രാമം പുരാതനമായി തന്നെ നമ്പൂതിരി ഗ്രാമങ്ങളിൽപ്പെട്ടതും അതോടൊപ്പം സംസ്ഥാന കൗൺസിൽ അംഗവുമായ ബഹുമാനപ്പെട്ട ശ്രീ കെ കേശവൻകുട്ടി അവരുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കിടങ്ങൂർ ഉപസഭ അംഗങ്ങളെ, നമ്പൂതിരി, നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഹരികുമാർ ഇന്ന് ഇവിടെ എത്തി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ കേശവൻകുട്ടി, അതുപോലെ ഇവിടെ നമ്മുടെ ഉപസഭയുടെ ട്രഷറർ ശ്രീ എം.എൻ. നാരായണൻ നമ്പൂതിരി. വീണ്ടും നമ്മുടെ സഭാംഗങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യോഗക്ഷേമ സഭ വീണ്ടും പുനർജനിച്ചത്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ, യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഉപസഭാ സെക്രട്ടറി ശ്രീ മഹേഷ്, ആശംസകൾ ശ്രീജിത്ത് നമ്പൂതിരി, ശ്രീമതി ശാരദാനന്ദനം, ശ്രീമതി ശ്രീജ പ്രമോദ് ദാസഭാ സെക്രട്ടറി, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ എം.എൻ. പരമേശ്വരൻ നമ്പൂതിരി ഉപസഭാ ഉപാധ്യക്ഷൻ. പലിശയുടെ ഇനം 847 രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അഡ്വാൻസ് രൂപ 7350 രൂപ, ദക്ഷിണ 752 രൂപ, യാത്രാ ചെലവ് 8350 രൂപ, ഓണാഘോഷം 56912 രൂപ. ഇനിയിപ്പം അടുത്ത കൊല്ലരെ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് എന്താണ് ഇതിൻ്റെ കുഴപ്പം, എവിടെയാണ് ഇതിൻ്റെ അപാകത വന്നത് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്ത് എല്ലാവരെയും ഇവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം. നമ്മൾ കിടക്കുക ഫീസ് എല്ലാവർക്കും വളരെ സുപരിചിതയാണ്. കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരിയാണ്. പക്ഷെ നമ്മൾക്കൊക്കെ മാഡത്തിൻ്റെ പരിചയം ഒരു മാലാഖയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മഹാറാണിയായിട്ടാണ്. കാരണം ഒരു കൈയ്യടി സെർവ് ചെയ്യുന്നുണ്ട്. സദസ്സിലും ബോയിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ കിടപ്പിലായ രോഗികൾക്ക് വേണ്ടിയിട്ട്, അവരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും എനിക്കൊപ്പമുണ്ട്. നമുക്ക് എപ്പോഴാണോ സ്വന്തം കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങൾ എപ്പോഴാണോ നമുക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കാതെ വരുന്നത്, ആ ഒരു സമയത്താണ് നമ്മൾ പ്രായമായി അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണമെന്ന്
ചിന്തിച്ചു തുടങ്ങുന്നത്. അതുവരെ നമ്മളെല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്, നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്നവരാണ്, നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് പണം സമ്പാദിച്ച് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ കിടങ്ങൂർ ഉപസഭയുടെ വാർഷികത്തിൽ ഏറ്റവും ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഉപസഭാ ട്രഷറർ കുട്ടനേട്ടൻ, അതുപോലെ ശാല ചേച്ചി, സദസ്സിലിരിക്കുന്ന എൻ്റെ ബന്ധുമിത്രാദികളെ, അത് എന്ന് തീരുമാനിച്ചാൽ ഇത് ഇരട്ടിയാവും. ഇനി അടുത്ത വാർഷികം വരെ നിൽക്കണ്ട, നമുക്ക് ഇവിടെ നമ്മോട് ഓണത്തിൻ്റെ പരിപാടിയുണ്ട്, ഓണാഘോഷം നടത്താറുണ്ട്. വേദിയിലും സദസ്സിലും വോട്ടറായിരിക്കുന്ന മഹാദേവികൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ഈ പരിപാടിക്ക് പ്രവർത്തനം അറിയിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം കൂട്ടാട്ടോടത്ത് വെച്ച് ശ്രീദേവിയിൽ വെച്ച് നാം 2023 എന്ന പേരിൽ നമ്പൂതിരിമാരുടെ ഒരു മഹാസംഗമം നടക്കുകയുണ്ടായി.
കാണാ കാഴ്ചകളുമായി. ഞാൻ